ഈ 13-ാം തീയതി രാത്രി മേയർ അവിടെ വന്നുവെന്നും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ആരോ ഉണ്ട്. അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ്? അതെ, 2 നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറകിൽ ഉണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം, ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 13-ാം തീയതി രാത്രി മേയർ അവിടെ വന്നുവെന്നും വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. എന്തിന് പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് അത് വെട്ടി? വൈഷ്ണയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു. വൈഷ്ണ പരാതി പറയാൻ വേണ്ടി ചെന്നു, വൈഷ്ണ അവിടെ ചെന്നു. വൈഷ്ണയുടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. അത് തികച്ചും കുറ്റകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കർട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അതിനുള്ള നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന നൽകിയിരുന്നു. 14-ാം തീയതി കാലത്ത് തന്നെ. അതാണ് ഞാൻ 14-ാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൻ്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 14-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് വെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ്. വെറും മേയർ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട്. ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ്. കോഴിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടത് 2020 വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ 25 വന്നപ്പോൾ വോട്ടില്ലാതായി എന്നുള്ളതും പരിശോധിക്കേണ്ട. അല്ല, ഇവിടെ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടല്ല. അവിടെ എന്തായാലും വിനുവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി. അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം. മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്തതായിട്ട് വാർത്തയുണ്ടെന്ന്. പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. നല്ല രാഷ്ട്രീയ ഇടപെടലുണ്ടായി. പക്ഷേ ഞാൻ പറയുന്നത് എന്തിനാണ് ഒരു ചീപ്പായിട്ടുള്ള കളി കളിക്കുന്നത്? മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ. അങ്ങനെ മത്സരിക്കുമ്പോൾ സാഹചര്യത്വം പറഞ്ഞതിനാ നോമിനേഷൻ തള്ളിക്കുന്നതിനാ? മത്സരം നടക്കട്ടെ, ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ. അതിന് നമ്മൾ ഭയപ്പെടുന്നതിനാ? ഞങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. വക്കീലുമായിട്ട് ആലോചിച്ച് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാ സീറ്റും കൊണ്ട് ലീഗിന് കൊടുത്ത 5 സീറ്റിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. എല്ലാ തിരുപ്പം കളിയും കളിക്കുകയും ചെയ്തിട്ട് അവസാനം കോടതിയിൽ തോറ്റപ്പോൾ സ്വാഗതം ചെയ്യുക. ഏതായാലും സ്വാഗതം ചെയ്തല്ലോ, അത്രയെങ്കിലും നന്ദി. അല്ലേ, LDFൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? അതിനിപ്പോൾ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ. എന്താ ഇനി അദ്ദേഹമാണല്ലോ അതിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹം എല്ലാത്തിലും ക്യാപ്റ്റനാണ്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും അദ്ദേഹം ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ
LDFിൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം നാളെ അദ്ദേഹം തന്നെയായിരിക്കും, ക്യാപ്റ്റൻ തന്നെയായിരിക്കും എൻ്റെ കാരണം. ഈ ശബരിമലയിൽ മാപ്പ് പറയുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞത്. ദർശനം നടത്താതെ അല്ല, അദ്ദേഹത്തിനെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് വിമർശിക്കാൻ നിവർത്തിയില്ല. കാരണം തലേന്നാണ് ചാർജ് എടുക്കുന്നത്. തലേന്ന് ചാർജ് എടുത്ത് പിറ്റേന്ന് നോക്കുമ്പോൾ കൈവിട്ട് പോയി. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെൻറ് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം കാരണം യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റല്ലേ? നവംബർ 10-ാം തീയതിയാണ് പെരുമാറ്റച്ചട്ടം വരുന്നത്. എല്ലാവർക്കും അറിഞ്ഞൂടെ നവംബർ 17-ാം തീയതിയാണ് വൃശ്ചികം 1-ാം തീയതി. നേരത്തെ തയ്യാറെടുപ്പ് നടത്തണ്ടല്ലേ? അന്ന് സ്വർണവും ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ ദുരന്തം ഇന്നലെ മിഞ്ഞാന്ന് അനുഭവിച്ചില്ലേ ഭക്തജനങ്ങൾ? എത്ര മണിക്കൂർ ക്യൂ നിന്നു. ഇന്നലെയും കുഴഞ്ഞു വീണു അവശരായവരുണ്ട്, കുട്ടികൾ. ഇവരൊക്കെ ഈ 41 ദിവസം നോമ്പ് നോറ്റ് വരുന്നവരാണ് ഇവർ. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണ് അവർ. ചെരുപ്പ് പോലും ധരിക്കില്ല ഏത് ക്ലൈമറ്റിൽ പോലും. കേരളത്തിലുള്ള ഞങ്ങളൊക്കെ എല്ലാ വർഷവും പോകുന്നവരാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ പിന്നെ ഭക്തിയുള്ളവരാണ് അവർ. അങ്ങനെയുള്ളവർ വന്നിട്ട് തൊഴുകാൻ കഴിയാതെ മടങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേവസ്വം ബോർഡിന് മാത്രമല്ല ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. മുന്നൊരുക്കം നടത്തേണ്ട ഗവൺമെൻറ്റായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വന്നതൊന്നും വരില്ല. ഞങ്ങൾ താഴെ തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പരാതി പറഞ്ഞ ഒരു വനിത ആദ്യമായിട്ട് കൈരളിക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോൺ സംഭാഷണമല്ല, കൈരളിയോടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് വ്യക്തമായി. കൈരളിയോട് സംസാരിക്കുന്നതിന് മോശം ഉണ്ടായിട്ടല്ല, പക്ഷേ കൈരളിയോട് മാത്രം സംസാരിക്കുകയും ജയഹിന്ദിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ സംതിങ് റോങ് എന്നാണ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏതായാലും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. ആ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പരാതിയൊന്നും നേതൃത്വത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. തീരുമാനം ഇന്നത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വർക്കലി ആറ്റിങ്ങൽ ഇന്ന് പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ചില രാജിവെക്കും, പിറ്റേന്ന് പിൻവലിക്കും. രാജി ഇതൊക്കെ സ്ഥിരം പതിവുള്ളതാണ്. സാധാരണ രാജീൻ്റെ അത്ര ഇത്തവണ ഇല്ല. രാജി ഇത്തവണ കുറവാണ്. KPC ജനറൽ സെക്രട്ടറിമാരൊന്നും അങ്ങനെ സ്ഥാനങ്ങൾ രാജിവെക്കാൻ പാടില്ല. അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അതിന് പകരം രാജിവെച്ച് വെറുതെ വാർത്ത ഉണ്ടാക്കരുത്. പിന്നെ എല്ലാ പാർട്ടിയിലും ഇത്തവണ പ്രശ്നങ്ങളുണ്ട്. CPM-ലും ഉണ്ട്, BJP-ലും ഉണ്ട്, കൂട്ടത്തിൽ കുറച്ച് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അതിനെന്താ? ഇപ്പോൾ എല്ലാവർക്കും പരാതി സ്വാതന്ത്ര്യമുണ്ട്. കൊടുക്കരുതെന്ന് പറയാൻ പറ്റുമോ? കൊടുക്കട്ടെ.